യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, ഒരുക്കത്തോടെ ആയിരിക്കുന്ന നല്ലൊരു നിമിഷവും സമയവും മണിക്കൂറൊക്കെയാണിത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വലിയ ദൈവീക ഇടപെടലിന് കാരണമാകുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തെ ഓർത്തും ഒത്തിരി ഭാരപ്പെടുകയൊന്നും വേണ്ട. ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ആ വിഷയത്തിലുണ്ടാകും. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവായ യേശുവേ, ഞങ്ങളിങ്ങനെ മുടങ്ങാതെ എല്ലാ ദിവസവും വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ നിയോഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കേവലം ഒരു ചടങ്ങായിട്ടോ പ്രോഗ്രാമായിട്ടോ ഒന്നുമല്ല. ദൈവവചനത്തെ കേൾക്കുന്നത്, ധ്യാനിക്കുന്നത് ജീവിതം ഒരു പടി കൂടെ അനുഗ്രഹത്തിലാകാൻ ഇടവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ശരീരത്തെയും മനസ്സിനെയും ഒരുക്കി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനങ്ങളെ ഇന്ന് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 4-5 വാക്യങ്ങളാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 26, 4, 5 വാക്യങ്ങൾ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്കു ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാരോട് പറയുന്നതെന്നറിയാമോ? ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ മകനാണ് ഇസ്ഹാക്ക്. ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു പറയുവാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ കാരണം എന്നതാ? ഇങ്ങനെ ഒരു അനുഗ്രഹം ഇസ്ഹാക്കിനുണ്ടാകാൻ, ഇസ്ഹാക്കിൻ്റെ മക്കൾക്കുണ്ടാകാൻ എന്താണ് കാരണം? ആ കാരണമാണ് ഞാനിന്ന് വിലയോടെ പറയുന്നത്, ഗൗരവത്തോടെ പറയുന്നത്. കാരണം താഴെ എഴുതിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കളിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ എന്താണ് കാരണം? കാരണം അബ്രാഹാം എൻ്റെ സ്വരം ശ്രവിക്കുകയും, അതായത് ഇസ്ഹാക്കിനോട് പറയുക, നിൻ്റെ പിതാവ് എൻ്റെ വാക്ക് കേൾക്കുമായിരുന്നു, എൻ്റെ വചനങ്ങൾ കേൾക്കുമായിരുന്നു. അതാണ് ഇസ്ഹാക്കും ഇസ്ഹാക്കിൻ്റെ മക്കളും തലമുറ അനുഗ്രഹിക്കപ്പെടാൻ കാരണമായത്. കാരണം അബ്രഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. അക്കാരണത്താൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ കൊടുക്കും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും. പിതാവായ അബ്രഹാം ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അതിൻ്റെ അനുഗ്രഹം തലമുറകളിലേക്ക് വന്നത് കണ്ടോ? ആ റീസൺ കണ്ടോ? ആ കാരണം കണ്ടോ? കൃത്യമായി എഴുതിയിട്ടുണ്ട്. കാരണം എന്ത് കാരണത്താലാണ് ഇത്ര വലിയ അനുഗ്രഹം വന്നത്? എന്ത് കാരണത്താലാണ് ഇത്ര അധികം ബ്ലെസ്സിങ്സ് വരാൻ കാരണമായത്? അബ്രഹാം എൻ്റെ സ്വരം കേട്ടു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒന്നും നടന്നില്ലല്ലോ, ഒന്നും ശരിയായില്ലല്ലോ, ഒരു കാര്യവും ഒരു മെച്ചമില്ലല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹത്തിനാണ്
ഇന്ന് തുടക്കമിട്ടിരിക്കുന്നത്. നിങ്ങളിലൂടെ ഒരു തലമുറയായി അനുഗ്രഹങ്ങൾ കൈമാറി വരും. എഴുതിയിട്ടുള്ള വാക്ക് എൻ്റെ പ്രസംഗം മാത്രമായിട്ട് കേൾക്കരുത്. ഈ വചനം ഒന്ന് എടുത്തു നോക്കിക്കേ. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കാൻ കാരണം അബ്രഹാം എൻ്റെ സ്വരം കേട്ടു, കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചു, ശ്രദ്ധിച്ചു എന്നൊക്കെ. അപ്പോൾ അതിന് വിലയുണ്ട്. രാവിലെ എഴുന്നേറ്റ് ദൈവവചനം ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിന് വിലയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അത് സ്വർഗത്തിൽ വിലയുള്ള ഒന്നാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയാണ്. ഞാൻ മനസ്സിലാക്കി എനിക്കൊരു കാര്യമുണ്ട്. നിയോഗ പ്രാർത്ഥനയും ഡെയിലി ബ്ലെസ്സിങ്ങും ഒരുപാട് പേർക്ക് അനുഗ്രഹമാകാൻ കാരണം എന്നറിയാമോ? അത് സ്വർഗത്തിൽ വിലയുള്ളൊരു പ്രാർത്ഥനയാണ്. അത് ആകാശത്തിൻ്റെ മേഘങ്ങളെ തുളഞ്ഞ് സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നിങ്ങൾ കാരണം ഒരുപാട് പേർ അനുഗ്രഹിക്കപ്പെടും. എന്നെ വചനത്തിലൂടെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾ കാരണം നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവികമായ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും. നിങ്ങൾ കാരണം ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ കാരണത്താൽ നിങ്ങളും പ്രാർത്ഥിക്കുന്നത് വെള്ളത്തിൽ വരച്ചൊരു വര പോലെയോ വായുവിൽ വരച്ച വര പോലെയോ കാണാതെ പോകില്ല. അതിന് പ്രതിഫലമുണ്ട്, അതിന് മറുപടിയുണ്ട്. നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഈ വിലയ്ക്ക് ദൈവം അത്ഭുതകരമായ പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് എല്ലാ കുടുംബങ്ങളെ ഓർക്കുവാണ്. ഈ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള, വചനം കേൾക്കാനുള്ള ആവേശം വർദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പലരിൽ നിന്നും കേട്ടതോ അറിഞ്ഞതൊക്കെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ശക്തിയില്ല, ദൈവവചനം കേൾക്കുന്നതൊക്കെ വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ആരെക്കൊണ്ട് പറ്റും രാവിലെ എഴുന്നേക്കാൻ, എപ്പോഴേലും കേട്ടാൽ പോരെ, പല വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിന് ഒരു വില കൊടുക്കുമ്പോൾ നമുക്ക് ദൈവം വിലയുള്ള അനുഗ്രഹങ്ങളെ കൈമാറി തരും. ദൈവത്തിൽ നിന്നെടുത്ത് ചില അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തരും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം തന്നെ എടുത്ത് നമ്മുടെ കയ്യിൽ തരും, തലമുറകളിലേക്ക് തരും. ശുശ്രൂഷക്കാർ, പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരും കേട്ടെ, നിങ്ങളിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിലൂടെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾ അനുഗ്രഹത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തെളിഞ്ഞു വരും. പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഈ വെള്ളിയാഴ്ച ദിവസം ഒരു നിയോഗത്തോടെ കേട്ട ഈ വ്യക്തിയെ, കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഇവരെ ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ, ഒരു തിന്മയും വരാതെ കാത്തുകൊള്ളണമേ, ഒരനർത്ഥവും വരാതെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണമേ, സമാധാനവും സന്തോഷവും പകരണമേ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, രോഗശാന്തികൾ സംഭവിക്കണമേ, പുതിയ വഴികളെ തുറക്കണമേ. വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി നല്ല ഭവനങ്ങളെ കൊടുക്കണമേ, നല്ല ജോലി സാധ്യതകൾ കൊടുക്കണമേ, പുതിയ ഭാഷകൾ പഠിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, വിവിധ സ്വപ്നങ്ങളോടെ ഒത്തിരി അധ്വാനിച്ച് പഠിക്കുന്നവരെ അനുഗ്രഹിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണമേ. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ, കടം വീട്ടാൻ, പുതിയ വാഹനം മേടിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലേക്ക് വളർന്നു വരാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. പുതിയ ബിസിനസ് തുടങ്ങാൻ, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കാൻ എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയാണല്ലോ നിയോഗ പ്രാർത്ഥന. സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയായി അങ്ങ് ഏറ്റെടുത്തല്ലോ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത്, നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്, താഴത്തെ ധ്യാനച്ചാപ്പലിൽ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയായി മാറ്റിയതിന് നന്ദി. ഇന്നും ഈ ദിവസങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരെ, ഇന്നുവരെയും ഈ ആലയത്തിൽ വന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സമാധാന ഐശ്വര്യവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമാർക്ക് അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ വചനം കേൾക്കാൻ ഒരുമിച്ച് വരാം, ഒരുമിച്ചായിരിക്കാം. അതിനുള്ള ഭാഗ്യവും സമയവും അവസരവും ദൈവം നമുക്ക് നൽകട്ടെ. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളംകൈയിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.